നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് നുള്ളിപ്പാടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിലെ ലിഫ്റ്റ് കുഴിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. പ്രതി പിടിയിൽ. നിതിൻ രാജിന്റെ മരണം. വിവിധ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിലെ മലയോര മേഖലകളിൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. മിക്കയിടങ്ങളിലും പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടഞ്ഞു. 4.5 വയസ്സുകാരി ഋതുചന്ദ്രയ്ക്ക് പാമ്പുകടിയേറ്റ സംഭവം ചിറ്റാരിക്കാലിനെ സങ്കടക്കടലിലാക്കി. വീടിനടുത്ത് കളിക്കുന്നതിനിടെയാണ് പാമ്പുകടിയേറ്റത്. കാറിൽ കടത്തുകയായിരുന്ന മാരക ലഹരിമരുന്നായ MDMAയുമായി 3 യുവാക്കൾ മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിൽ. വാഹന പരിശോധനയിലാണ് യുവാക്കൾ കുടുങ്ങിയത്. വനിതാ സംവരണ ബിൽ കോൺഗ്രസ് CPM കൂട്ട് അട്ടിമറിച്ചുവെന്നാരോപിച്ച് മഹിളാ മോർച്ച കാസർഗോഡ് പ്രതിഷേധ മാർച്ച് നടത്തി. രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ചും പ്രതിഷേധം. വാദ്യവിസ്മയം തീർത്ത് നാടിനെ പുളകം കൊള്ളിച്ച പഞ്ചാരിമേളം അരങ്ങേറ്റം നവ്യാനുഭവമായി. 70 പേരുടെ അരങ്ങേറ്റം കീഴൂർ ശ്രീ കളരി അമ്പലത്തിലാണ് നടന്നത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നുള്ളിപ്പാടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിലെ ലിഫ്റ്റ് കുഴിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. പ്രതി പിടിയിൽ. കർണാടക ധാർവാഡ് കൽസ് കുണ്ടുഗോളയിലെ H. മഞ്ജുനാഥ എന്ന മഞ്ചപ്പയെയാണ് കാസർഗോഡ് ടൗൺ പോലീസ് പിടികൂടിയത്. കാസർഗോഡ് നുള്ളിപ്പാടി ദേശീയപാതയ്ക്ക് സമീപം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ബഹുനില കെട്ടിടത്തിലെ ലിഫ്റ്റിനായി എടുത്ത കുഴിയിൽ മാർച്ച് 10-ാം തീയതി രാത്രി 10:15 അജ്ഞാതനായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കെട്ടിട ഉടമയുടെ മകൻ രാത്രിയിലെത്തിയപ്പോഴാണ് കെട്ടിടത്തിന്റെ അണ്ടർഗ്രൗണ്ട് ഭാഗത്തുള്ള ലിഫ്റ്റ് കുഴിയിൽ മൃതദേഹം കിടക്കുന്നതായി കാണപ്പെട്ടത്. കെട്ടിടത്തിനകത്ത് രക്തത്തുള്ളികളും പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളും കണ്ടെത്തിയിരുന്നു. ഇത് മരണം കൊലപാതകമാണോ എന്ന സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. സംഭവസ്ഥലത്ത് നിന്നും മഞ്ജുനാഥ എന്ന പേരുള്ള ഒരു ആധാർ കാർഡും ലഭിച്ചിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കർണാടക ഗദക് ബാലേശ്വര ബാലഹൊസൂരിലെ ചന്ദ്രശേഖർ സുരേഷ് പട്ടാടാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചു. സംഭവസ്ഥലത്ത് നിന്നും ലഭിച്ചത് മരിച്ചയാളുടെ ആധാർ കാർഡല്ല എന്ന് വ്യക്തമായതോടെ കൊലപാതകിയുടേതായിരിക്കാം ഇതെന്ന നിഗമനത്തിൽ പോലീസ് എത്തി. തലയ്ക്കടിയേറ്റതാണ് മരണകാരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെ കൊലപാതകിക്കായി കാസർഗോഡ് ടൗൺ പോലീസ് അന്വേഷണം ശക്തമാക്കി. തുടർന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് നടത്തിയ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് പ്രതിയായ കർണാടക ധാർവാഡ് കൽസ് കുണ്ടുകോളയിലെ H. മഞ്ജുനാഥ എന്ന മഞ്ചപ്പയെ പോലീസ് പിടികൂടിയത്. പ്രതി ഫോണും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം കുറേ നാളായിട്ട് നമ്മൾ നിരീക്ഷണത്തിലായിരുന്നു. നമ്മൾ പഴയ പോലീസിങ് മെത്തേഡ് എന്നൊക്കെ പറയും, പഴയ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ് എന്ന് പറയുന്ന മാതിരി നമ്മൾ അവൻ ജോലിക്ക് പോകാറുള്ള സ്ഥലങ്ങളെല്ലാം നോക്കിയിട്ട് നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെ നിരീക്ഷിച്ചിട്ടാണ് കിട്ടുന്നത്. ഫോണും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല അങ്ങനെ ഇല്ല, അങ്ങനത്തെ ഇതൊന്നും കേസൊന്നുമില്ല. അതെ, ഒരു രണ്ടുപേരും ഒരു വഴക്കിൻ്റെ കള്ളു പിടിച്ചിട്ടുള്ളൊരു ഇല്ല. കൂടുതലായിട്ട് എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ്റെ അത്രത്തോളം ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ ഞാൻ അലൗഡ് അല്ല. സംഭവസ്ഥലത്ത് നിന്നും പ്രതിയുടെ ആധാർ കാർഡ് ലഭിച്ചതാണ് ഈ കേസിൽ നിർണായകമായത്. മഞ്ജുനാഥയെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിതിൻ രാജിന്റെ മരണം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വിവിധ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകളിൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. മിക്കയിടങ്ങളിലും പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടഞ്ഞു. പാണത്തൂരിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ കെട്ടിടത്തിൽ നിന്നും ചാടി മരിച്ച BDS വിദ്യാർത്ഥി നിതിൻ രാജിന് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത സംസ്ഥാന ഹർത്താൽ കാസർഗോഡ് ജില്ലയിലെ നഗരപ്രദേശങ്ങളിൽ കാര്യമായ ചലനമുണ്ടാക്കിയില്ലെങ്കിലും മലയോര മേഖലയിൽ ശക്തമായിരുന്നു. ഇതിൽ പ്രധാനമായും പാണത്തൂരിലായിരുന്നു ഹർത്താൽ കൂടുതൽ ശക്തമായത്. ഇവിടെ ഹർത്താൽ പൂർണ്ണമായിരുന്നു. കട കമ്പോളങ്ങളും മറ്റ് സ്ഥാപനങ്ങളൊന്നും തുറന്ന് പ്രവർത്തിച്ചില്ല. പാണത്തൂർ കൂടാതെ പരപ്പ, രാജപുരം, കള്ളാർ ഉൾപ്പെടെയുള്ള ചിലയിടങ്ങളിലും കടകൾ തുറക്കുവാൻ സാധിച്ചില്ല. പരപ്പയിൽ രാവിലെ പോലീസ് ഇടപെട്ട് ഒരു KSRTC ബസ്സിനെ കടത്തിവിട്ടെങ്കിലും പിന്നീട് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു.
നിങ്ങൾ പറയുന്നതല്ല കേട്ടു, നല്ല ഞങ്ങൾക്ക് മനസ്സിലായി. എന്തായാലും ബസ് ഞങ്ങൾ പോകാൻ പറ്റില്ല. അത് തന്നെയാണ് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പണിയാണ് ഇത്. നിങ്ങൾ അറസ്റ്റ് ചെയ്തൊക്കെ നിങ്ങൾ വിഷയം മുന്നോട്ട് ചെയ്യുക. അതുകൊണ്ടാണ് പറയുന്നത് ചെറിയ സഹായത്തിനാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചീമേനി ചെറുവത്തൂർ ഭാഗങ്ങളിലും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുവാൻ ശ്രമിച്ചു. കാഞ്ഞങ്ങാട് സംസ്ഥാനപാതയിൽ പുതിയകോട്ട ലിറ്റിൽ ഫ്ലവർ സ്കൂളിന് സമീപം കൊടിയുമായി ബസ്സുകളും ലോറിയുമടക്കം വാഹനങ്ങൾ തടഞ്ഞ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചീമേനിയിൽ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ രാവിലെ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. പോലീസ് ഇടപെട്ടാണ് പിന്നീട് ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ചെറുവത്തൂരിൽ ഹർത്താൽ അനുകൂലികൾ യാത്രാവാഹനങ്ങൾ ഉൾപ്പെടെ തടഞ്ഞത് ഗതാഗത തടസ്സത്തിന് കാരണമായി. ഇത് ഹർത്താൽ അനുകൂലികളും പോലീസും തമ്മിലുള്ള വാക്തർക്കത്തിനിടയാക്കി. സമരക്കാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കാഞ്ഞങ്ങാട്, കാസർഗോഡ് നഗരപ്രദേശങ്ങളിൽ ഹർത്താൽ കാര്യമായ സ്വാധീനം ചെലുത്തിയില്ല. നഗരങ്ങളിൽ കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിച്ചു. വാഹന ഗതാഗതം സാധാരണ നിലയിലുമായിരുന്നു. നീലേശ്വരം, കാലിക്കടവ്, തൃക്കരിപ്പൂർ തുടങ്ങിയ ഭാഗങ്ങളിലും ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ചില്ല. നിതിൻ രാജിന് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 52 ദളിത് ആദിവാസി സംഘടനകളുടെയും ആക്ഷൻ കൗൺസിലിൻ്റെയും നേതൃത്വത്തിലാണ് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നിതിൻ രാജിൻ്റെ മരണത്തിന് ഉത്തരവാദികളായ അധ്യാപകരെ ഉടൻ അറസ്റ്റ് ചെയ്യുക, രോഹിത് വെമുല നിയമം നടപ്പിലാക്കുക, നിതിൻ്റെ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൻ്റെ അഫിലിയേഷൻ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് ഹർത്താൽ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 4.5 വയസ്സുകാരി ഋതുചന്ദ്രയ്ക്ക് പാമ്പുകടിയേറ്റ സംഭവം ചിറ്റാരിക്കാലിനെ സങ്കടക്കടലിലാക്കി. വീടിനടുത്ത് കളിക്കുന്നതിനിടെയാണ് പാമ്പുകടിയേറ്റത്. പരിയാരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഋതുചന്ദ്രയുടെ ജീവൻ നിലനിർത്തുന്നത്. ചൂട് കനത്തതോടെ സംസ്ഥാനത്താകമാനം വീടിനുള്ളിൽ നിന്നുൾപ്പെടെ നിരവധി പേർക്ക് പാമ്പ് കടിയേറ്റതായുള്ള വാർത്തകൾ ആശങ്ക പരത്തുന്നതിനിടയിലാണ് കാസർഗോഡ് ജില്ലയിലും ഇത്തരമൊരു അപകടമുണ്ടായത്. മലയോര പ്രദേശമായ എളേരിത്തട്ടിലെ ഉന്നതിയിലായിരുന്നു സംഭവം.
തൊട്ടി കുറുവാട്ട് വീട്ടിൽ ശരത്ചന്ദ്രന്റെയും അജിതയുടെയും മകളായ 4.5 വയസ്സുകാരി ഋതുചന്ദ്ര വീടിന് സമീപത്ത് കളിച്ചുകൊണ്ടിരിക്കെ പാമ്പ് കടിയേൽക്കുകയായിരുന്നു. കുട്ടിയുടെ നിലവിളി കേട്ടെത്തിയ വീട്ടുകാർ ഉടൻ തന്നെ പ്രാഥമിക ചികിത്സകൾ നൽകുകയും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു. ഈർച്ചമില്ലിൽ നിന്നും കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരുന്ന മര ഉരുപ്പടികളിൽ നിന്നും പാമ്പ് പുറത്തേക്ക് വരികയും കുട്ടിയെ കടിക്കുകയുമായിരുന്നു. മൂർഖൻ പാമ്പാണ് കുട്ടിയെ കടിച്ചതെന്നാണ് വിവരം. ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ പാമ്പുകളെ തണുപ്പുള്ള ഏത് ഭാഗത്തും കാണുവാനിടയുണ്ടെന്നും ഈ സാഹചര്യത്തിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നുമാണ് ഈ മേഖലയിലുള്ളവർ നൽകുന്ന മുന്നറിയിപ്പ്. വീട്ടുപരിസരത്തെ വിറകുപുര, അടയ്ക്ക, തേങ്ങ, റബ്ബർ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം എന്നിവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. ചകിരി കൂട്ടിയിടുന്ന സ്ഥലം, പണിയായുധങ്ങളും കൂടയും മറ്റും സൂക്ഷിക്കുന്ന സ്ഥലം, വസ്ത്രം ഉണങ്ങുവാനിടുന്ന സ്ഥലം, കരിയിലകൾ കൂട്ടിക്കിടക്കുന്നതുൾപ്പെടെ എല്ലായിടത്തും കണ്ണുവേണമെന്ന് ആരോഗ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു. വീടിൻ്റെ ചുവരുകളിലെ ചെറിയ വിള്ളലുകളിൽ വരെ ശംഖുവരയൻ പോലെയുള്ള പാമ്പുകളെ കാണാറുള്ള കാര്യവും അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു. നാടെങ്ങും മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കുന്നുണ്ട്. കൊതുക് പെറ്റുപെരുകുവാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനൊപ്പം പാമ്പ് ഉൾപ്പെടെ മനുഷ്യന് ഭീഷണിയായിട്ടുള്ള ജീവികളെ വീട്ടുപരിസരത്തു നിന്നും അകറ്റി നിർത്തുവാനുള്ള ശ്രമവും വേണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാറിൽ കടത്തുകയായിരുന്ന മാരകലഹരി മരുന്നായ MDMA-യുമായി 3 യുവാക്കളെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി BV വിജയ് ഭാരത് റെഡ്ഡിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് യുവാക്കൾ കുടുങ്ങിയത്. കാറിൽ കടത്തുകയായിരുന്ന MDMA-യുമായി 3 യുവാക്കളെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. വടകര സ്വദേശി അനൂഷ്, എറണാകുളം നോർത്ത് പറവൂർ സ്വദേശി അരുൺകുമാർ, കാസർഗോഡ് ടിപ്പു നഗറിലെ മുഹമ്മദ് സഹൽ എന്നിവരാണ് അറസ്റ്റിലായത്. ബംഗളൂരുവിൽ നിന്ന് വരികയായിരുന്ന ഇവരെ മഞ്ചേശ്വരം ഗേരുക്കട്ടയിൽ വച്ചാണ് പോലീസ് പിടികൂടിയത്. ഇവർ സഞ്ചരിച്ച കാറിൽ നിന്ന് 43 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോളേജ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ മയക്കുമരുന്നെത്തിച്ച് വിതരണം ചെയ്യുന്ന കണ്ണികളാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു. മഞ്ചേശ്വരം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ KP ജിജീഷ്, SI-മാരായ രതീഷ് ഗോപി, ഉമേഷ്, വൈഷ്ണവ് രാമചന്ദ്രൻ, ശബരി കൃഷ്ണൻ, CPO-മാരായ വന്ദന, രജീഷ് കാട്ടാമ്പള്ളി, നിജിൻ കുമാർ, റിതേഷ്, ഭക്തശൈവൻ, അനീഷ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വനിതാ സംവരണ ബിൽ കോൺഗ്രസ് CPM കൂട്ട് അട്ടിമറിച്ചുവെന്നാരോപിച്ച് മഹിളാ മോർച്ച കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തുകയും രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിക്കുകയും ചെയ്തു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം സവിത ടീച്ചർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷം പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് സ്ത്രീ സമൂഹത്തെയാണെന്ന് സവിത ടീച്ചർ പറഞ്ഞു. വനിതാ സംവരണ ബിൽ കോൺഗ്രസ് CPM കൂട്ടുകെട്ട് അട്ടിമറിച്ചുവെന്നാരോപിച്ച് മഹിളാ മോർച്ച കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം കറന്തക്കാട് സമാപിച്ചു. നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു. തുടർന്ന് കോൺഗ്രസിന്റെ മുൻ ദേശീയ അധ്യക്ഷനും MP-യുമായ രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം സവിത ടീച്ചർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. വനിതാ സംവരണ ബില്ലിനെ എതിർത്തതിലൂടെ കോൺഗ്രസ് CPM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചത് രാജ്യത്തെ 70 കോടിയോളം വരുന്ന സ്ത്രീ സമൂഹത്തെയാണെന്നും ഇതിലൂടെ ഈ പാർട്ടികളുടെ സ്ത്രീവിരുദ്ധ നയം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണെന്നും സവിത ടീച്ചർ പറഞ്ഞു. എല്ലാ മേഖലയിലും സ്ത്രീകൾ ഇന്ന് കഴിവ് തെളിയിച്ചുവെങ്കിലും നിയമനിർമ്മാണ സഭകളിൽ അർഹമായ പ്രാതിനിധ്യം സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷങ്ങൾക്ക് ശേഷവും ലഭിച്ചിട്ടില്ല. വനിതാ സംവരണത്തെ എതിർത്ത കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് സ്ത്രീ സമൂഹം തിരിച്ചടി നൽകുമെന്നും സവിത ടീച്ചർ കൂട്ടിച്ചേർത്തു. പുഷ്പലത ആൾവ അധ്യക്ഷത വഹിച്ചു.
ജില്ലാ ജനറൽ സെക്രട്ടറി അനിത നായിക്, ജില്ലാ ട്രഷറർ ശ്രീലത, മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജ്ഞാനി ഷാൻബോഗ്, മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീവിദ്യ, മണ്ഡലം സെക്രട്ടറി ചേതന, BJP ജില്ലാ ട്രഷറർ വീണ അരുൺ ഷെട്ടി, BJP ജില്ലാ സെക്രട്ടറിമാരായ പുഷ്പ ഗോപാലൻ, പ്രമീള മചൽ, മധൂർ പഞ്ചായത്ത് വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് ധന്യ, അശ്വിത, പ്രമീള എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചരിത്രകാരൻ ഡോക്ടർ KKN കുറുപ്പിന്റെ സംവാദനത്തിൽ പ്രമുഖ കവി TS തിരുമുമ്പിന്റെ സ്മരണകൾ കവിതകൾ എന്ന പുസ്തകത്തിന്റെ പുനഃപ്രകാശനം പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടത്തി. തിരുമുമ്പ് ഹെറിറ്റേജ് അഗ്രി ടൂറിസം കേന്ദ്രത്തിലാണ് പുസ്തക പ്രകാശനം നടന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് കീഴിൽ രൂപീകൃതമായ തിരുമുമ്പ് ഹെറിറ്റേജ് അഗ്രി ടൂറിസം കേന്ദ്രത്തിന്റെയും കൊല്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കുട്ടമത്ത് സംസ്കൃതി കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് പുസ്തകത്തിന്റെ പുനഃപ്രകാശനം നടന്നത്. ചരിത്രകാരൻ ഡോക്ടർ KKN കുറുപ്പിന്റെ സംവാദത്തിൽ കവി TS തിരുമുമ്പിന്റെ സ്മരണകൾ കവിതകൾ എന്ന പുസ്തകത്തിന്റെ പുനഃപ്രകാശനവും പിലിക്കോട് തിരുമുമ്പ് ഹെറിറ്റേജ് അഗ്രി ടൂറിസം കേന്ദ്രത്തിലെ ലൈബ്രറിയിലേക്കുള്ള പുസ്തക ശേഖരണവും പുരാതന കാർഷിക യന്ത്രങ്ങളുടെ സമാഹരണവും നടന്നു. തിരുമുമ്പ് ഹെറിറ്റേജ് അഗ്രി ടൂറിസം കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ചരിത്രകാരനും കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ KKN കുറുപ്പ് പുസ്തക പുനഃപ്രകാശനം നടത്തി. മുൻ MLA KP സതീഷ് ചന്ദ്രൻ ഏറ്റുവാങ്ങി. അനേകം പേരുകൾ വരുന്നു. അതുപോലെ തന്നെ പൂരക്കടിയിലെ ശ്രദ്ധേയരായ പണിക്കന്മാർ, അവരുടെ നാട്യശൈലി, ഇതെല്ലാം കൊണ്ട് നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എല്ലാം തന്നെ ധാരാളം പണം പല വിധത്തിലും ഒഴുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ സോഷ്യൽ ഓഡിറ്റ് ഉണ്ടോ എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ഈ പ്രദേശത്തെപ്പറ്റി തിരുവിതാംകൂറുകാർ ഒരു ഫിലിമുണ്ടാക്കി സ്വാതന്ത്ര്യ സമര ചരിത്രത്തെപ്പറ്റി. അത് വായിക്കപ്പോഴുള്ള തെറ്റുകളും എന്തിനാണ്? ഒരുപക്ഷെ അവരെന്നെ ഉപദേശക സമിതിയിൽ എടുത്തിരുന്നെങ്കിൽ ആ തെറ്റുകളൊന്നും ഭാവി തലമുറയിലേക്ക് പോവുകയില്ല. പഴശ്ശി സമരങ്ങൾ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്ത പുസ്തകം നമ്മളെ മുൻ MLA ഉണ്ട് സതീശുമായിട്ടുള്ള എൻ്റെ പരിചയം എത്രയോ കൊല്ലങ്ങൾ മുമ്പ്, ഒരു 40 കൊല്ലങ്ങൾക്കപ്പുറം തുടങ്ങിയ പരിചയം. കോട്ടയം എന്ന് പറയുന്ന പഴശ്ശി റെവല്യൂഷൻ നടന്നത് കോട്ടയം തിരുവനന്തപുരത്താണ് എഴുതിയ ആളുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ സാംസ്കാരിക രംഗത്തെ അത്യുജ്വലമായ ഒരു പ്രദേശമാണ് കാസർഗോഡ്. പുണ്യം വിജയിക്ക നീണ വീര കയ്യൂർ പുണ്യം വിജയിക്ക നീണ മർദ്ദിതവർഗത്തിൻ ശാശ്വതാകണം മർദ്ദിതവർഗത്തിൻ ശാശ്വതഗണം മർദ്ദകഭീഷണം കേരളമാനം ഭാരതഭൂഷണം തൂക്കിലുവാർന്നൂനം സ്വാതന്ത്ര്യോധനം. ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ T വനജ അധ്യക്ഷത വഹിച്ചു. EP രാജഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് പ്രൊഫസർ PK രതീഷ്, കുട്ടമത്ത് സംസ്കൃതി കേന്ദ്രം ചെയർമാൻ YMC ചന്ദ്രശേഖരൻ, പ്രൊഫസർ MT നാരായണൻ, വിജയകുമാർ തൃക്കരിപ്പൂർ, കക്കുന്നം പത്മനാഭൻ പണിക്കർ, പ്രസന്ന തിരുമുമ്പ് എന്നിവർ സംസാരിച്ചു. RK രാമചന്ദ്രനിൽ നിന്ന് ലൈബ്രറിയിലേക്കുള്ള പുസ്തകവും പുഷ്പ ഏഴോമിൽ നിന്ന് പുരാതന കാർഷിക യന്ത്രങ്ങളും കാർഷിക ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ T വനജ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വാദ്യവിസ്മയം തീർത്ത് നാടിനെ പുളകം കൊള്ളിച്ച പഞ്ചാരിമേളം അരങ്ങേറ്റം നവ്യാനുഭവമായി. കഴിഞ്ഞ ഒരു വർഷമായി കളരി വാദ്യസംഘത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് മുടങ്ങാതെ പരിശീലനത്തിനെത്തിയ 70 പേരുടെ അരങ്ങേറ്റം കീഴൂർ ശ്രീ കളരി അമ്പലത്തിൽ വച്ച് നടന്നു.
20 വർഷം കീഴൂർ തെരുവത്ത് അരങ്ങേറ്റം കുറിച്ച വാദ്യമേളം വളർന്ന് ഇപ്പോൾ വാദ്യത്തിൽ ഏറെ പ്രയാസവും കാണാൻ ഇമ്പവുമുള്ള പഞ്ചാരിമേളത്തിൽ എത്തി നിൽക്കുന്നു. കഴിഞ്ഞ 1 വർഷമായി കളരി വാദ്യസംഘത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് മുടങ്ങാതെ പരിശീലനത്തിനെത്തിയ 70 പേർക്കാണ് നൂറുകണക്കിന് കലാസ്വാദകരെ സാക്ഷിയാക്കി കീഴൂർ ശ്രീ കളരി അമ്പലത്തിൽ വച്ച് അരങ്ങേറ്റം നടന്നത്. സ്ത്രീകളും പുരുഷന്മാരും ഒപ്പം 4 വയസ്സുള്ള കുട്ടിയും 68 വയസ്സുള്ള മുത്തശ്ശിമാരുമടക്കം അനായാസേന ചെണ്ടയിൽ വിസ്മയം തീർത്തു. പ്രശസ്ത വാദ്യകലാകാരൻ വാദ്യതിലകം തൃക്കണ്ണാട് രാജേഷ് മാരാറായിരുന്നു പഞ്ചാരിമേളം അരങ്ങിലെത്തിച്ച ഗുരുനാഥൻ. അരങ്ങേറ്റം കാണാൻ 500-ൽ പരം കലാസ്വാദകർ എത്തിച്ചേർന്നു. ക്ഷേത്ര മൂത്ത ചെട്ടിയാശൻ, ക്ഷേത്ര കാരണവർ, ക്ഷേത്ര പ്രസിഡന്റ് എൻ സമ്പത്ത്, പഞ്ചാരിമേളം ഗുരുനാഥൻ, വാദ്യതിലകം രാജേഷ് മാരാർ, കളരി വാദ്യസംഘം ഗുരുനാഥൻ ബാലകൃഷ്ണൻ ഗുരുക്കൾ എന്നിവർ ക്ഷേത്രനടയിൽ ഗണപതിക്ക് ഭദ്രദീപം തെളിയിച്ച് പഞ്ചാരിമേളം അരങ്ങേറ്റം ആരംഭിച്ചു. കേരള ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറിയും സീനിയർ ഡെപ്യൂട്ടി പോലീസ് ഓഫീസറുമായ ഡോക്ടർ വി ബാലകൃഷ്ണൻ നിലവിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്തു. രാസലഹരിക്കെതിരെയുള്ള പോരാട്ടമാണെന്നും ഇത്തരം നല്ല ലഹരിയാണ് സമൂഹത്തിന് നൽകേണ്ടതെന്നും കീഴൂർ ഗ്രാമം ഇപ്പോൾ സാംസ്കാരിക മണ്ണായി മാറിയതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പോലീസ് വകുപ്പിനിപ്പോൾ ഈ പ്രദേശത്ത് അധികം വരേണ്ടി വരാത്തത് ഈ നാടിന്റെ നന്മയുടെ ഗുണം കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. വാദ്യസംഘം സെക്രട്ടറി AC അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ട്രഷറർ K അശോകൻ സ്വാഗതം പറഞ്ഞു. ക്ഷേത്ര കോയ്മ തിലകൻ, കളരി ക്ഷേത്രം തെയ്യം പണിക്കർ MK നിജേഷ് പണിക്കർ, മഹിളാ സംഘം പ്രസിഡന്റ് K പ്രസന്ന അശോകൻ എന്നിവർ ആശംസകൾ നേർന്നു. തിടമ്പ് നൃത്ത കലയിൽ കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ പ്രശസ്ത തിടമ്പ് നൃത്ത കലാകാരനും തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്ര കീഴ്ശാന്തിയുമായ ഉപേന്ദ്രൻ അഗിത്തായക്ക് ചടങ്ങിൽ ആദരവ് നൽകി. മികച്ച വാദ്യകലാകാരനും പരിശീലന സമയം ഗുരുവിന് ഏറെ സഹായം നൽകിയ നവീൻ അശോകന് അനുമോദനം നൽകി. 70 ശിഷ്യന്മാരുടെ ഗുരുവന്ദനം ചടങ്ങിൽ നടന്നു. ചടങ്ങിൽ രാജേഷ് മാരാർക്ക് ആദരവ് നൽകി. ഉപേന്ദ്ര അഗിത്തായ, വാദ്യതിലകം രാജേഷ് മാരാർ മറുപടി പ്രസംഗം നടത്തി. പരിപാടിക്ക് ശേഷം എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഭക്ഷണവും നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൊടിയമ്മ CH മുഹമ്മദ് കോയ സ്മാരക ഗ്രന്ഥാലയത്തിൽ വായനക്കളരിയുടെ ഭാഗമായി കഥാരചനാവതരണം നടത്തി. മലയാളം പഠിക്കാം, വായനയെ വരവേൽക്കാം എന്ന സന്ദേശവുമായി സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിപാടി സംഘടിപ്പിച്ചത്. മലയാളം പഠിക്കാം, വായനയെ വരവേൽക്കാം എന്ന സന്ദേശവുമായി സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം കൊടിയമ്മ CH മുഹമ്മദ് കോയ ഗ്രന്ഥാലയത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വായനക്കളരി പരിപാടിയുടെ ഭാഗമായി കഥാരചനാവതരണം നടത്തി. മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ KM അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥാലയം സെക്രട്ടറി I മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു. ലൈബ്രറിയൻ അബ്ദുൾ ഖാദർ വിൽറോഡി, അബ്ദുൾ റഹിമാൻ BP, സാബിത്ത് അനസ് CH തുടങ്ങിയവർ സംസാരിച്ചു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന ഘടകത്തിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലുള്ള എല്ലാ ലൈബ്രറികളിലും ഏപ്രിൽ 20 മുതൽ മെയ് 20 വരെയുള്ള ഒരു മാസക്കാലം വായനാക്കളരി എന്ന പേരിൽ സ്കൂൾ വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ട് വിവിധ പരിപാടികൾ നടന്നു വരികയാണ്. നമ്മൾ വെള്ളിയാഴ്ചയാണ് തുടങ്ങിയത്, 24-ാം തീയതി. പിന്നെ 5-ാം ദിവസമാണ് ഇന്ന്. അപ്പോൾ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞ് വെള്ളിയാഴ്ച വൈകുന്നേരം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വേലാശ്വരം വ്യാസേശ്വരം ശിവക്ഷേത്ര പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവം വിവിധ പൂജകളും തിരുവാതിരയും കൈകൊട്ടിക്കളിയും അരങ്ങേറി. വേലാശ്വരം വ്യാസേശ്വരം ശിവക്ഷേത്ര പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി അരവത്ത് KU പത്മനാഭ തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ അരഞ്ചാവലി, ബിംബശുദ്ധി, കലശപൂജ, അനഞ്ച പ്രാർത്ഥന, ദീപാരാധന, മുളപൂജ, ഭഗവതി സേവ, അത്താഴപൂജ തുടങ്ങി വിവിധ പൂജാതി കർമ്മങ്ങൾ നടന്നു. തുടർന്ന് ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിര അരങ്ങേറി. തുടർന്ന് കൈകൊട്ടിക്കളിയും നടന്നു. ചൊവ്വാഴ്ച രാവിലെ മുതൽ വിവിധ പൂജകളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ സമ്മർ കബഡി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. മുക്കോട് ഒറവങ്കര ജില്ലാ പഞ്ചായത്ത് ഇൻഡോർ കബഡി കോർട്ടിൽ നടന്ന പരിശീലന ക്യാമ്പ് അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു.
കായികക്ഷമതയിലൂടെ കുട്ടികളുടെ കഴിവ് വർദ്ധിപ്പിക്കുക, കബഡിയിൽ പരിശീലനം നൽകി സംസ്ഥാന ദേശീയ താരങ്ങളെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ രാമണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ സമ്മർ കബഡി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. മുക്കോട് ഒറവങ്കര ജില്ലാ പഞ്ചായത്ത് ഇൻഡോർ കബഡി കോർട്ടിൽ നടന്ന പരിശീലന ക്യാമ്പ് അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ഉദ്ഘാടനം ചെയ്തു. അത്തരത്തിലൊക്കെ പ്രോത്സാഹനം കൊടുക്കാൻ സ്കൂളായാലും നാട്ടിലെ ക്ലബായാലും മറ്റേത് സംഘടനകളായാലും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ ഇവിടെ വരുമ്പോൾ 3 മണിക്ക് നിങ്ങളുടെയൊക്കെ ചേട്ടന്മാരോട് ചേർത്തിട്ട് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ടീച്ചറോട് ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്കൊക്കെ പ്രോത്സാഹനമായിട്ടാണ് ഈ നാട് കൈകോർക്കുന്നത്. നാളെ നിങ്ങളിൽ ഒരാൾ നമ്മുടെ രാമേശ്വരത്തെ അല്ലെങ്കിൽ ഈ മുക്കോട് പോലെ കബഡിയെ സ്നേഹിക്കുന്ന ഈ നാട്ടിൽ നിന്നും ജഗദീഷ് കുമ്പളയെ പോലെ മുക്കോട് രാമേശ്വരം എന്ന് പറയുന്ന ഒരു പേരെടുത്ത് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ഇന്ത്യൻ കബഡി താരമായി വളർന്നു വരാൻ ഞങ്ങൾക്ക് സാധിക്കും. അതിന് യാതൊരു തർക്കവുമില്ല എന്നുള്ളതിന് ഉദാഹരണമാണ് നമ്മുടെ ഈ കബഡി പരിശീലന ക്യാമ്പിൽ നിങ്ങളുടെ കോച്ചായി ഏറ്റവും പ്രിയപ്പെട്ട ജഗദീഷ് കുമ്പള എത്തിയതും അദ്ദേഹത്തിന്റെ കീഴിൽ പരിശീലനം ലഭിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും ഇങ്ങനെ ഒരു ഭാഗ്യം ചിന്തിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും കബഡി താരത്തെ വെച്ച് നിങ്ങൾക്ക് കോച്ചിങ് കിട്ടുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഏറെ ഭാഗ്യമുള്ള കുട്ടികളാണ്. ഇതുപോലൊരു കായിക താരത്തെ വെച്ച് നിങ്ങളുടെ കോച്ചിങ് നടത്തുക, അതിന്റെ ഭാഗമായി നിങ്ങൾ ഉന്നത തലങ്ങളിലേക്ക് എത്തുക. ഇന്ത്യൻ കബഡി കോച്ച് ജഗദീഷ് കുമ്പള മുഖ്യാതിഥിയായി. സംഘാടക സമിതി ചെയർമാൻ ഒ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജഗദീഷ് കുമ്പളയുടെ ശിക്ഷണത്തിലാണ് ക്യാമ്പിൽ കബഡിയിൽ പരിശീലനം നൽകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രതീഷ് വെള്ളംതട്ട, വാർഡ് മെമ്പർമാരായ ദീപ വിനോദൻ, ദീപ പ്രവീൺ, SMC ചെയർമാൻ AV പവിത്രൻ, PTA പ്രസിഡന്റ് P രാധാകൃഷ്ണൻ, സുനിത, C രവി, മണിരാജ്, ദീപുരാജ് ഒറവങ്കര, ശശി ചിറക്കാൽ, ധന്യ അരവിന്ദ്, ജിതേഷ് കോളിക്കര എന്നിവർ സംസാരിച്ചു. കായിക അധ്യാപിക ലീമ സെബാസ്റ്റ്യൻ സ്വാഗതവും C ഷിജിത്ത് നന്ദിയും പറഞ്ഞു. പരിപാടിയിൽ വെച്ച് അജാനൂർ ഗ്രാമപഞ്ചായത്ത് രാമണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച സ്പോർട്സ് കിറ്റിന്റെ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി നിർവഹിച്ചു. സമ്മർ കബഡി ദിവസവും രാവിലെ 6:30 പരിശീലനം ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ മൈതാനത്ത് കായിക ഇനങ്ങൾ പരിശീലിക്കുകയാണ് 100-ലേറെ വിദ്യാർത്ഥികൾ. നിത്യവും രാവിലെ 7 മുതൽ 9 വരെയാണ് അവധിക്കാല ക്യാമ്പ്. വോളിബോൾ താരം കൂടിയായ ദുർഗ സ്കൂളിലെ അധ്യാപകൻ KV ജയൻ വെള്ളിക്കോത്തും കായിക അധ്യാപിക MK റീനാകുമാരിയുമാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ മൈതാനത്ത് കായിക ഇനങ്ങൾ പരിശീലിക്കുകയാണ് 100-ലേറെ വിദ്യാർത്ഥികൾ. നിത്യവും രാവിലെ 7 മണി മുതൽ 9 മണി വരെയാണ് അവധിക്കാല ക്യാമ്പ്. വോളിബോൾ താരം കൂടിയായ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ KV ജയൻ വെള്ളിക്കോത്തും കായിക അധ്യാപിക MK റീനാകുമാരിയുമാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. കായിക രംഗത്ത് സ്കൂളിന് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടാണ് അവധിക്കാല പരിശീലന ക്യാമ്പ് തുടങ്ങിയതെന്ന് PTA പ്രസിഡന്റ് EV ജയകൃഷ്ണനും അധ്യാപകരും പറഞ്ഞു. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അവധിക്കാല പരിശീലന ക്യാമ്പാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ 2-ാം തീയതിയാണ് നമ്മളിത് ആരംഭിച്ചിട്ടുള്ളത്. 78 മുതൽ 100 കുട്ടികൾ വരെയുള്ള ഒരു വലിയ പങ്കാളിത്തം നമുക്കിവിടെ ഉറപ്പാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഹോക്കി, അത്ലറ്റിക്സ്, അതുപോലെ വോളിബോള്, ഫുട്ബോള്, സെപ്പാക് താക്രോ തുടങ്ങിയ എല്ലാ മേഖലകളിലേക്കും കുട്ടികൾക്ക് അതവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു പരിശീലന പരിപാടിയാണ് നമ്മളിവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. രാവിലെ 7 മണിക്ക് തുടങ്ങി 8:45 വരെ നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലന കളരിയിൽ അവർക്ക് ആവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലകരും നമുക്കിവിടെ എത്തിക്കാനായിട്ടുണ്ട്. നല്ല പങ്കാളിത്തമാണ് ഉണ്ടായിട്ടുള്ളത് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന്. അതുപോലെ തന്നെ അധ്യാപകരും PTA-യും മാനേജ്മെൻറ്റിൻ്റെയും നല്ല സഹകരണം നമുക്കിവിടെ ഉറപ്പുവരുത്താൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരുടെയും താല്പര്യവും സഹകരണവും കൊണ്ടാണ് നമുക്ക് ഈ ക്യാമ്പ് വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. ഒട്ടേറെ വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച് സംസ്ഥാനത്തെത്തിച്ച് മെഡൽ നേടിക്കൊടുത്ത മുൻ കായികാധ്യാപകൻ K കിഷോർ കുമാർ പ്രത്യേക പരിശീലകനായിട്ടുണ്ട്. ഷോട്ട് പുട്ട്, ഡിസ്കസ് ത്രോ, ഹാമർ ത്രോ എന്നീ ഇനങ്ങളാണ് കിഷോർ പരിശീലിപ്പിക്കുന്നത്. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ പഠിപ്പിച്ച ഇദ്ദേഹം ഈ വർഷം ഹോസ്റ്റർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വിരമിച്ചത്. അത്ലറ്റിക് വിഭാഗത്തിൽ 100 200 മീറ്റർ ഓട്ടത്തിലും പരിശീലനം നൽകുന്നു. ഗെയിംസിൽ വോളിബോൾ, ഹോക്കി, ഖോഖോ, സെപക് ടാക്രോ എന്നീ ഇനങ്ങളിലാണ് പരിശീലനം.
വടകരമുക്കിലെ ബി നിസാമുദ്ദീനാണ് ഹോക്കി പരിശീലകൻ. ഓട്ട മത്സരത്തിൽ സംസ്ഥാന ജേതാവും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ KM ആദിത്യനും പരിശീലിപ്പിക്കാനെത്തുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനും ആറങ്ങാടി അർഹമ സെന്റർ ഡയറക്ടറുമായിരുന്ന ടി അബൂബക്കർ ഹാജി അനുസ്മരണ സമ്മേളനവും പ്രാർത്ഥനാ സദസ്സും നടന്നു. ആറങ്ങാടി ടൗൺ ഇമാം ഹാഫിൽ മുഹമ്മദ് ഷഫീഖ് റഹ്മാനി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനും ആറങ്ങാടി അർഹമ സെന്റർ ഡയറക്ടറുമായിരുന്ന ടി അബൂബക്കർ ഹാജി അനുസ്മരണ സമ്മേളനവും പ്രാർത്ഥനാ സദസ്സും ആറങ്ങാടി ടൗൺ ഇമാം ഹാഫിൽ മുഹമ്മദ് ഷരീഫ് റഹ്മാനി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ മരണാനന്തരം അദ്ദേഹത്തിന്റെ നന്മകൾ പറഞ്ഞ് ഒരു നാലാളെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ നന്മകൾ നിരത്തി പറയുകയാണെങ്കിൽ വജബത്തുൽ ജന്ന അദ്ദേഹത്തിന് സ്വർഗ്ഗം നിർബന്ധമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് ഹദീസിൽ കാണാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടാമത്തെ അനുസ്മരണ ചടങ്ങാണ്. ഇന്നലെ മുസ്ലിം വെൽഫെയറിന്റെ ഒരു അനുസ്മരണം കാഞ്ഞങ്ങാട് ബിഗ്മാണിലുണ്ടായിരുന്നു. ഉപകസിയുമായിട്ട് കൂടുതൽ അടുത്ത ബന്ധങ്ങളൊന്നും എനിക്കില്ലെങ്കിലും നമ്മുടെ ചെറുപ്രായം മുതലേ അദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുണ്ട്. ഞാൻ പുഞ്ചാരിക്കാരനാണ്. കൗൺസിലർ എന്ന നിലക്കൊക്കെ മുനിസിപ്പാലിറ്റിയൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോയാൽ അവിടെ കണ്ടിരുന്നു. ശരി, ഈ പ്രദേശത്തുള്ളൊരു വ്യക്തിയാണെന്നൊക്കെ അറിയുന്നത് ഇപ്പോഴാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ അവസാനമായി ഒരു കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവാനും സാധിച്ചിട്ടുണ്ട്. അർഹമ സെന്റർ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ചെയർമാൻ ബഷീർ ആറങ്ങാടി അധ്യക്ഷത വഹിച്ചു. കുളിയങ്കാൽ ഇമാം മുഹമ്മദ് ജുറൈജ് ഹിഷാമി, അബ്ദുൽ സലാം സഅദി പടിഞ്ഞാർ, മിസ്ഹബ് ഫൈസി അരയി, സുബൈർ മൗലവി തോയമൽ എന്നിവർ പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം നൽകി. KK സുബൈർ വടകരമുക്ക, C അബ്ദുള്ള ഹാജി, BK യൂസഫ് ഹാജി, മുത്തലിബ് കൂളിയങ്കാൽ, T ഖാദർ ഹാജി, T അന്തുമാൻ, T അബ്ദുൽ അസീസ്, MK അഷ്റഫ്, MK ലത്തീഫ്, PVM കുട്ടി ഹാജി, റസാഖ് ആറങ്ങാടി, ആബിദ് ആറങ്ങാടി, റഷീദ് തോയമ്മൽ, MM കുഞ്ഞി, അലങ്കാർ അബൂബക്കർ ഹാജി, ജലീൽ കാർത്തിക, ഇബ്രാഹിം പള്ളിക്കര, അബ്ദുൽ റഹീം റസ്വി, CH അബ്ദുൽ ഖാദർ, M ബഷീർ, KK ജലീൽ എന്നിവർ സംബന്ധിച്ചു. കൺവീനർ AK മുഹമ്മദ് സ്വാഗതവും ട്രഷറർ MK റഷീദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് നുള്ളിപ്പാടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിലെ ലിഫ്റ്റ് കുഴിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. പ്രതി പിടിയിൽ. നിതിൻ രാജിന്റെ മരണം. വിവിധ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിലെ മലയോര മേഖലകളിൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. മിക്കയിടങ്ങളിലും പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടഞ്ഞു. 4.5 വയസ്സുകാരി ഋതുചന്ദ്രയ്ക്ക് പാമ്പുകടിയേറ്റ സംഭവം ചിറ്റാരിക്കാലിനെ സങ്കടക്കടലിലാക്കി. വീടിനടുത്ത് കളിക്കുന്നതിനിടെയാണ് പാമ്പുകടിയേറ്റത്. കാറിൽ കടത്തുകയായിരുന്ന മാരക ലഹരിമരുന്നായ MDMAയുമായി 3 യുവാക്കൾ മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിൽ. വാഹന പരിശോധനയിലാണ് യുവാക്കൾ കുടുങ്ങിയത്. വനിതാ സംവരണ ബിൽ കോൺഗ്രസ് CPM കൂട്ട് അട്ടിമറിച്ചുവെന്നാരോപിച്ച് മഹിളാ മോർച്ച കാസർഗോട്ട് പ്രതിഷേധ മാർച്ച് നടത്തി. രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ചും പ്രതിഷേധം. വാദ്യവിസ്മയം തീർത്ത് നാടിനെ പുളകം കൊള്ളിച്ച പഞ്ചാരിമേളം അരങ്ങേറ്റം നവ്യാനുഭവമായി. 70 പേരുടെ അരങ്ങേറ്റം കീഴൂർ ശ്രീ കളരി അമ്പലത്തിലാണ് നടന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.